അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനികവും നയതന്ത്രപരവുമായ അസ്വാരസ്യങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭീതിജനകമായ അവസ്ഥയിലെത്തി നിൽക്കെ ഗൾഫ് മേഖലയാകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ദുബായിൽ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മിഡിൽ ഈസ്റ്റിലാകെ പടർന്നു പിടിച്ച അതീവ ഗുരുതരമായ യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സാമ്പത്തിക വിനോദസഞ്ചാര കേന്ദ്രമായ ദുബായിൽ നിന്നും ഇത്തരം വാർത്തകൾ വരുന്നത്. ഈ സംഭവം ഗൾഫ് രാജ്യങ്ങളിലും അവിടുത്തെ ദശലക്ഷക്കണക്കിന് പ്രവാസികൾക്കിടയിലും കടുത്ത ആശങ്കയാണ് ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയത്. റോയിട്ടേഴ്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ദുബായിലെ ജനസാന്ദ്രതയേറിയ ഡൗൺ ടൗൺ മേഖലയിലെ ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രവിശ്യയിലെ ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വൻ നഗരങ്ങളെയും ആകാശചുംബികളായ കെട്ടിടങ്ങളെയും തടുക്കിക്കൊണ്ട് കേട്ട ഈ ശബ്ദങ്ങൾ വെറുമൊരു സാധാരണ അപകടമല്ല, മറിച്ച് മിസൈൽ ആക്രമണങ്ങളുടെ ഭാഗമാണെന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങളാണ് മിഡിൽ ഈസ്റ്റിലെ സാമൂഹിക മാധ്യമങ്ങളിലും പ്രാദേശിക വൃത്തങ്ങളിലും പടർന്നത്. ഇതോടെ ഗൾഫ് മേഖല വീണ്ടും വൻ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ഭീതി പരന്നു. എന്നാൽ സ്ഫോടന വാർത്തകൾ പരന്നതിന് തൊട്ടു പിന്നാലെ കനത്ത ജാഗ്രതയോടെയും ശക്തമായും പ്രതികരിച്ചുകൊണ്ട് ദുബായ് ഔദ്യോഗിക ഭരണകൂടം രംഗത്തെത്തി. നഗരത്തിൽ അക്രമങ്ങളോ സ്ഫോടനങ്ങളോ നടന്നിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായും വ്യാജമാണെന്ന് ദുബായ് ഗവൺമെന്റ് മീഡിയ ഓഫീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്താൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം തെറ്റായ പ്രചാരണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയണമെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് വരുന്ന വിവരങ്ങളെ മാത്രം പൊതുജനങ്ങൾ ആശ്രയിക്കണമെന്നും UAE അധികൃതർ അടിയന്തരമായി ആവശ്യപ്പെട്ടു. ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ദുബായിലെ സ്ഫോടന വാർത്തകൾക്ക് ഇത്രമാത്രം ആഗോള പ്രാധാന്യം കൈവന്നത്. ഇറാനിലെ തന്ത്രപ്രധാനമായ തീരദേശ നഗരമായ ബന്ദർ അബ്ബാസിനും പ്രശസ്തമായ ഗേഷ്വൻ ദ്വീപിനും സമീപം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പുതിയ വ്യോമാക്രമണങ്ങൾ ഉണ്ടായതായി ഇറാൻ ഔദ്യോഗികമായി ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ദുബായിലും അസ്വസ്ഥതകൾ പുകഞ്ഞത്. ബന്ദർ അബ്ബാസും ഗേഷ്വൻ ദ്വീപും ഇറാന്റെ സൈനിക സുരക്ഷയിലും ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത നിയന്ത്രണത്തിലും അതീവ പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളാണ്. ഇവിടെ അമേരിക്കൻ സഖ്യസേന ആക്രമണം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ഇറാന്റെ ഭാഗത്തു നിന്നും UAE അടക്കമുള്ള അമേരിക്കൻ അനുകൂല ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം സ്വാഭാവികമായും ശക്തമായിരുന്നു. ഇതേസമയം അന്താരാഷ്ട്ര മാധ്യമങ്ങളെയും പ്രതിരോധ വിദഗ്ധരെയും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് കൂടി ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അയൽ രാജ്യമായ ബഹ്റൈനിലുള്ള അമേരിക്കൻ ബന്ധമുള്ള സൈനിക അസ്ഥികൾക്കും താവളങ്ങൾക്കും നേരെ ശക്തമായ ആക്രമണങ്ങൾ നടന്നതായാണ് ഇറാനിയൻ മാധ്യമങ്ങൾ അവകാശപ്പെട്ടത്. അമേരിക്കയുടെ 5ാം നാവിക വ്യൂഹത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ബഹ്റൈൻ പോലൊരു രാജ്യത്തിന് നേരെയുണ്ടായ ആക്രമണ വാർത്തകൾ ഇറാൻ മനഃപൂർവ്വം പുറത്തുവിട്ടതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ദുബായിൽ കേട്ടതായി പറയപ്പെടുന്ന ശബ്ദങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണമാകാമെന്ന നിഗമനത്തിലേക്ക് പാശ്ചാത്യ മാധ്യമങ്ങൾ വേഗത്തിലെത്തിയത്. UAE അമേരിക്കയുടെ അടുത്ത തന്ത്രപ്രധാന പങ്കാളി ആയതുകൊണ്ട് തന്നെ തങ്ങൾക്കേറ്റ പ്രഹരത്തിനു പകരമായി ഇറാൻ ദുബായിയെ ലക്ഷ്യമിട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ മിഡിൽ ഈസ്റ്റിലെ ഡിജിറ്റൽ ഇടങ്ങളിൽ അതിവേഗം കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. സുരക്ഷയ്ക്കും സമാധാനത്തിനും ആഗോളതലത്തിൽ തന്നെ പേരുകേട്ട ദുബായ് നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകൾ അതിന്റെ സാമ്പത്തിക ഭദ്രതയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ളവയാണ്. ഭരണകൂടം യാതൊരു കാലതാമസവുമില്ലാതെ വാർത്തകൾ പൂർണ്ണമായും നിഷേധിച്ച് രംഗത്ത് വന്നത്. മേഖലയിലെ യുദ്ധാന്തരീക്ഷം മുതലെടുത്ത് ചില നിക്ഷിപ്ത താൽപര്യക്കാരാണ് ഇത്തരം വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നതെന്നാണ് UAE സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തൽ. US ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ വിപണികളിലും വിനോദസഞ്ചാര മേഖലയിലും അസ്ഥിരത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ഫോടന വാർത്തകൾ വൻതോതിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. ഇതിനെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഹോർമുസ് കടലിടുക്കിലെയും ഒമാൻ ഉൾക്കടലിലെയും നിലവിലെ സൈനിക വിന്യാസങ്ങൾ അതീവ സങ്കീർണമായി തുടരുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇറാന്റെ ഏത് നീക്കത്തെയും പ്രതിരോധിക്കാൻ സജ്ജമാണെന്ന് വാഷിംഗ്ടൺ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. തങ്ങളുടെ അതിർത്തികൾക്ക് തൊട്ടടുത്ത് നടക്കുന്ന ഈ വൻ ശക്തികളുടെ പോരാട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ദുബായ് പോലുള്ള മെട്രോ നഗരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ UAE സജ്ജമാക്കിയിട്ടുണ്ട്. എങ്കിലും സൈനിക സംഘർഷങ്ങൾ മൂർച്ഛിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്.
ഇറാൻ മാധ്യമങ്ങളുടെ അവകാശവാദങ്ങളും യുടെ ഔദ്യോഗിക നിഷേധവും തമ്മിലുള്ള ഈ വലിയ വൈരുദ്ധ്യം വിവര സാങ്കേതിക വിദ്യയുടെ കാലത്തെ പുതിയൊരു യുദ്ധരീതിയാണ് കാണിക്കുന്നത്. യഥാർത്ഥ സൈനിക നീക്കങ്ങൾക്കൊപ്പം വലിയ തോതിലുള്ള വ്യാജ വാർത്താ യുദ്ധങ്ങളും ഇരുപക്ഷവും നടത്തുന്നുണ്ടെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ബന്ദർ അബ്ബാസിലും ഗേഷ്വം ദ്വീപിലും ബഹ്റൈനിലും പുകയുന്ന സംഘർഷങ്ങളുടെ തീപ്പൊരികൾ ദുബായ് പോലുള്ള ശാന്തമായ നഗരങ്ങളിലേക്കും പടരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ മിഡിൽ ഈസ്റ്റിനെ യുദ്ധഭീതിയുടെ നിഴലിലായിത്തീരിക്കുകയാണ്. ഔദ്യോഗികമായി UAE ഈ വാർത്തകൾ തള്ളിക്കളയുമ്പോഴും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം എപ്പോൾ വേണമെങ്കിലും കത്താമെന്ന യാഥാർത്ഥ്യം ഗൾഫ് മേഖലയെ വരും ദിവസങ്ങളിലും കനത്ത നിരീക്ഷണത്തിൽ തന്നെ നിലനിർത്തും.